നമസ്കാരം. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ ഒരു ഔദ്യോഗിക പ്രതികരണം വരികയാണ്. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. തെറ്റുകൾ തിരുത്തുക എന്നത് ഞങ്ങളുടെ ചുമതലയാണ് എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിരിക്കുന്നത്. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യം ഇല്ല. റീ എഡിറ്റിംഗ് എല്ലാവരുടെയും സമ്മതപ്രകാരമാണ്, അല്ലാതെ അതൊരു സമ്മർദ്ദമായി കാണേണ്ടതില്ല എന്നാണ് ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഭയം എന്നുള്ളതല്ല ഈ വിഷയത്തിൽ. നാം ഈ സമൂഹത്തിൽ ജീവിക്കുന്നതാണ്. ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് റീ എഡിറ്റ് എന്നുള്ളത്. 2 മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വേറെ ആരുടെയും നിർദ്ദേശപ്രകാരമല്ല മാറ്റം വരുത്തിയിരിക്കുന്നത് എന്നാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പ്രതികരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിലൊരു വിയോജിപ്പ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി മാത്രമാണ് റീ എഡിറ്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, മറ്റെല്ലാവർക്കും അറിയാമെന്നാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിരിക്കുന്നത്. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യം ഇല്ല. ഞങ്ങൾ എത്രയോ വർഷമായി അറിയാവുന്ന ആളുകളാണ്. ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് എമ്പുരാൻ സിനിമ എന്നുള്ളത്, എമ്പുരാൻ നിർമ്മിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. മോഹൻലാലിന് സിനിമ അറിയില്ല എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ആന്റണി പറയുന്നത്. സിനിമയിൽ തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. റീ എഡിറ്റിംഗ് ആരുടെയും ഭീഷണിയായിട്ട് കരുതരുത് എന്നാണ് ആന്റണി പെരുമ്പാവൂർ പ്രതികരിച്ചിരിക്കുന്നത്. വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല. ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി സിനിമ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നിയതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീ എഡിറ്റിംഗ് സമ്മർദ്ദത്തിന് പുറത്തല്ല എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് ആന്റണി പെരുമ്പാവൂർ. സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു തലത്തിലേക്ക് ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് ആന്റണി പെരുമ്പാവൂർ വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നത്. ഈ സിനിമയുടെ കഥ എന്താണ്, അല്ലെങ്കിൽ സിനിമ മോഹൻലാൽ കണ്ടിട്ടില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മേജർ രവി പ്രതികരിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ തന്നെ നേരിട്ട് രംഗത്ത് എത്തുന്നതും. ഇതിന് പുറകെയാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. എന്തായാലും ആന്റണി പെരുമ്പാവൂർ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഏതാണ്ട് വ്യക്തത കൈവരികയാണ്. എമ്പുരാനെ പിന്തുണച്ചുകൊണ്ട് ഫെഫ്ക രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: സിനിമയുടെ രൂപത്തെയും ഉള്ളടക്കത്തെയും വിട്ടുവീഴ്ചയില്ലാതെ വിമർശിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സർഗാത്മകമായ വിമർശനത്തിലൂടെ മാത്രമേ ഒരു കലാരൂപത്തിന് പരിണമിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ വിമർശനം വ്യക്തിയധിഷ്ഠിതമാകരുത്, വ്യക്തിയധിക്ഷേപവും ഭീഷണിയും ചാപ്പകുത്തലും ആകരുത് എന്നാണ് ഫെഫ്കയുടെ നിലപാട്. കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളതും ഈ വിഷയം തന്നെയാണ്. സാർത്ഥകമായ ഏതു സംവാദത്തിന്റെയും ലക്ഷ്യം മറുവശത്ത് നിലകൊള്ളുന്നവരെ നിശബ്ദരാക്കുകയല്ല, അവരെ സംസാരിക്കാൻ അനുവദിക്കുക എന്നതാണ്. എമ്പുരാനിൽ പ്രവർത്തിച്ച എല്ലാ ചലച്ചിത്ര പ്രവർത്തകരെയും ചേർത്ത് നിർത്തുന്നു എന്നാണ് ഫെഫ്ക പ്രതികരിച്ചിരിക്കുന്നത്. ഉറക്കത്തിൽ സിംഹങ്ങളെ സ്വപ്നം കണ്ട വൃദ്ധനായ സാന്റിയാഗോ എന്ന ഹെമിംഗ്വേ കഥാപാത്രം പറയുന്നുണ്ട്: നിങ്ങൾക്കൊരാളെ നശിപ്പിക്കാൻ കഴിയും, പക്ഷേ അയാളെ തോൽപ്പിക്കാനാകില്ല. ഇതാണ് ഫെഫ്കയുടെ നിലപാട്. അതേസമയം തന്നെ സിനിമയിലെ അണക്കെട്ടിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ കൂടി വിവാദം ആകുന്നുണ്ട്. ഈ ഭാഗങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം കർഷകരാണ് രംഗത്ത് എത്തിയിരിക്കുന്നത്. അവർ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയിൽ സാങ്കല്പിക പേരിൽ കാണിക്കുന്ന അണക്കെട്ട് മുല്ലപ്പെരിയാറിനെ ഉദ്ദേശിച്ചാണ് എന്നാണ് ഇവരുടെ വാദം. അണക്കെട്ടിനെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ സിനിമയിൽ നിന്നും ഒഴിവാക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഉടൻ നടപടി എടുത്തില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കും എന്നാണ് ഇവരുടെ നിലപാട്.